ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ ജീവിതവും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ ഹിന്ദി അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് CN. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് ജൂലൈ 31, ഹിന്ദി സാഹിത്യ ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ എഴുത്തുകാരൻ മുൻഷി പ്രേംചന്ദിന്റെ ജന്മദിനം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രേംചന്ദ് എന്ന മഹാനായ എഴുത്തുകാരനെ കുറിച്ചും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചുമാണ്. 1880 ജൂലൈ 31 വാരണാസി ജില്ലയിലെ ലംഹി ഗ്രാമത്തിലാണ് പ്രേംചന്ദ് ജനിച്ചത്. അമ്മയുടെ പേര് ആനന്ദി ദേവി എന്നും പിതാവിന്റെ പേര് മുൻഷി അജയാബ് റായ് എന്നുമായിരുന്നു. പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് ധൻപത് റായ് ശ്രീവാസ്തവ് എന്നായിരുന്നു. കുട്ടിക്കാലത്ത് അമ്മ അദ്ദേഹത്തെ ഗുലാബ് റായ് എന്നാണ് വിളിച്ചിരുന്നത്. പേർഷ്യൻ ഭാഷയിലായിരുന്നു പ്രേംചന്ദിന്റെ ആദ്യകാല വിദ്യാഭ്യാസം. പ്രേംചന്ദിന്റെ മാതാപിതാക്കളെക്കുറിച്ച് രാംവിലാസ് ശർമ്മ എഴുതുന്നു. 7 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിവാഹിതനായിരുന്നു. 16 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. വിവാഹം കഴിക്കാനുള്ള പിതാവിന്റെ തീരുമാനത്തെക്കുറിച്ച് പ്രേംചന്ദ് എഴുതുന്നു. എന്റെ അച്ഛൻ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ഇടറി വീണു. സ്വയം വീഴുക മാത്രമല്ല, എന്നെ മുക്കിക്കൊല്ലുകയും ചെയ്തു. അധികം ആലോചിക്കാതെ എന്റെ വിവാഹം നടത്തി. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനായി. 1906 ബാലവിധവയായ ശിവറാണി ദേവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ചില കഥകളും പ്രേംചന്ദ് അറ്റ് ഹോം എന്ന പുസ്തകവും എഴുതിയ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു അവർ. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു: ശ്രീപത് റായ്, അമൃത് റായ്, കമല ദേവി ശ്രീവാസ്തവ്. 1898 മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ ശേഷം അദ്ദേഹം ഒരു പ്രാദേശിക സ്കൂളിൽ അധ്യാപകനായി. ജോലിക്കിടെ അദ്ദേഹം പഠനം തുടർന്നു. തന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രാംവിലാസ് ശർമ്മ എഴുതുന്നു. 1910 അദ്ദേഹം ഇംഗ്ലീഷ്, തത്വചിന്ത, പേർഷ്യൻ, ചരിത്രം എന്നിവയിൽ ഇന്റർമീഡിയറ്റ് ബിരുദം പൂർത്തിയാക്കി. 1919 ഇംഗ്ലീഷ്, പേർഷ്യൻ, ചരിത്രം എന്നിവയിൽ BA പൂർത്തിയാക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്പെക്ടറായി നിയമിതനായി. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിനിടയിൽ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കാനുള്ള മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിന് മറുപടിയായി ജൂൺ 23 അദ്ദേഹം സ്കൂൾ ഇൻസ്പെക്ടർ സ്ഥാനം രാജിവെച്ചു. തുടർന്ന് അദ്ദേഹം എഴുത്ത് ഒരു തൊഴിലായി ഏറ്റെടുത്തു. മര്യാദ, മാധുരി തുടങ്ങിയ മാസികകളുടെ എഡിറ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഈ സമയത്ത് സരസ്വതി പ്രസ് വാങ്ങുന്നതിനും ഹാൻസ്, ജാഗ്രൻ എന്നിവ പ്രസിദ്ധീകരിക്കുന്നതിനും അദ്ദേഹം പ്രവാസിലാലുമായി സഹകരിച്ചു. പ്രസ് വാണിജ്യപരമായി ലാഭകരമല്ലെന്ന് തെളിഞ്ഞു. കടങ്ങൾ തിരിച്ചടക്കുന്നതിനായി മോഹൻലാൽ ഭവാനിയുടെ സിനിറ്റോൺ കമ്പനിയിൽ കഥാകൃത്തായി ജോലി ചെയ്യാനുള്ള ഓഫർ അദ്ദേഹം സ്വീകരിച്ചു. ദീർഘകാല രോഗത്തെ തുടർന്ന് 1936 ഒക്ടോബർ 8 അദ്ദേഹം അന്തരിച്ചു. ഹിന്ദി സാഹിത്യത്തിലെ ഉപന്യാസ സമ്രാട്ട് എന്ന വിശേഷണത്തിന് അർഹനായ വ്യക്തിയാണ് മുൻഷി പ്രേംചന്ദ്. അദ്ദേഹം 14ഓളം നോവലുകളും 300-ലധികം ചെറുകഥകളും നിരവധി ലേഖനങ്ങളും നാടകങ്ങളും ബാലസാഹിത്യ കൃതികളും രചിച്ചിട്ടുണ്ട്. 1901 പ്രേംചന്ദിന്റെ സാഹിത്യ ജീവിതം ആരംഭിച്ചു. തുടക്കത്തിൽ അദ്ദേഹം നവാബ് റായ് എന്ന തൂലികാനാമത്തിൽ ഉറുദുവിൽ എഴുതി. പ്രേംചന്ദിന്റെ ആദ്യ കൃതിയെക്കുറിച്ച് രാംവിലാസ് ശർമ്മ എഴുതുന്നു. പ്രേംചന്ദിന്റെ ആദ്യ കൃതി പ്രസിദ്ധീകരിക്കപ്പെടാതെ കിടന്നു. ഒരു പക്ഷേ തന്റെ അമ്മാവന്റെ പ്രണയത്തെക്കുറിച്ചും അതിന്റെ ഫലമായുണ്ടായ ചാമർമാരുടെ മർദ്ദനങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഒരു നാടകമായിരിക്കാം. അദ്ദേഹത്തിന്റെ ലഭ്യമായ ആദ്യത്തെ കൃതി അസ്രാർ ഇ മാബിദ് എന്ന ഉറുദു നോവലാണ്. അത് പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. അതിന്റെ ഹിന്ദി പതിപ്പ് ദേവസ്ഥാൻ രഹസ്യ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരമായ സോസെ ഇ വതൻ 1908 പ്രസിദ്ധീകരിച്ചു.
ദേശസ്നേഹ വികാരങ്ങൾ നിറഞ്ഞ ഈ സമാഹാരം ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചു. എല്ലാ പകർപ്പുകളും കണ്ടുകെട്ടി. ഇതിന്റെ രചയിതാവായ നവാബ് റായിക്ക് ഭാവിയിൽ എഴുതുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി. ഇത് അദ്ദേഹത്തിന്റെ തൂലികാനാമം ദേനാരായൺ നിഗം ഉപയോഗിച്ച് പ്രേംചന്ദ് എന്നാക്കി മാറ്റാൻ നിർബന്ധിതനായി. അദ്ദേഹത്തിന്റെ ആദ്യ കഥയായ ബഡേഗർ കി ബേട്ടി പ്രേംചന്ദ് എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. 1910 ഡിസംബർ ലക്കത്തിലെ സമാന മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. 1915 അക്കാലത്തെ ജനപ്രിയ ഹിന്ദി മാസികയായ സരസ്വതിയുടെ ഡിസംബർ ലക്കത്തിലാണ് സൗത്ത് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. 1918 അദ്ദേഹത്തിന്റെ ആദ്യ ഹിന്ദി നോവലായ സേവാസദൻ പ്രസിദ്ധീകരിച്ചു. അതിന്റെ വലിയ ജനപ്രീതി പ്രേംചന്ദിനെ ഒരു ഉറുദു എഴുത്തുകാരനിൽ നിന്ന് ഒരു ഹിന്ദി എഴുത്തുകാരനാക്കി മാറ്റി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ കൃതികളും ഹിന്ദിയിലും ഉറുദുവിലും പ്രസിദ്ധീകരിച്ചു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിനിടെ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ച ശേഷം അദ്ദേഹം പൂർണ്ണമായും സാഹിത്യ സൃഷ്ടിയിൽ മുഴുകി. ഏതാനും മാസങ്ങൾ അദ്ദേഹം മര്യാദ എന്ന മാസികയുടെ എഡിറ്ററായി. തുടർന്ന് അദ്ദേഹം ഏകദേശം 6 വർഷത്തോളം ഹിന്ദി മാസികയായ മാധുരിയുടെ എഡിറ്ററായി. 1922 കുടിയിറക്കൽ പ്രശ്നത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം പ്രേമാശ്രമം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. 1925 അദ്ദേഹം പ്രധാന നോവൽ രംഗഭൂമി എഴുതി. അതിന് മംഗൾ പ്രസാദ് അവാർഡ് ലഭിച്ചു. 1926-27 കാലയളവിൽ മഹാദേവി വർമ്മ എഡിറ്റ് ചെയ്ത് ചന്ദ് എന്ന ഹിന്ദി മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം സീരിയൽ നോവൽ നിർമ്മല എഴുതി. തുടർന്ന് അദ്ദേഹം കായകൽപ്, ഗബൻ, കർമ്മഭൂമി, ഗോദാൻ എന്നിവ എഴുതി. 1930 വാരണാസിയിൽ നിന്ന് അദ്ദേഹം സ്വന്തം മാസികയായ ഹാൻസ് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1932 അദ്ദേഹം ജാഗ്രൻ എന്ന ഹിന്ദി വാരിക ആരംഭിച്ചു. 1936 ലക്നൌവിൽ നടന്ന ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. മോഹൻ ദേരാം ഭവാനിയുടെ മസ്ദൂർ എന്ന അജന്ത സിനിറ്റോൺ കമ്പനിയിൽ 1920 മുതൽ 1936 വരെ പ്രേംചന്ദ് പ്രതിവർഷം ഏകദേശം 10 അതിലധികമോ കഥകൾ എഴുതി. അദ്ദേഹത്തിന്റെ കഥകൾ മരണാനന്തരം 8 വാല്യങ്ങളായി മാനസരോവർ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. നോവലുകൾക്കും ചെറുകഥകൾക്കും പുറമെ ചിന്തോദീപകമായ ഉപന്യാസങ്ങൾ, എഡിറ്റോറിയലുകൾ, കത്തുകൾ എന്നിവ അദ്ദേഹത്തിന്റെ സമൃദ്ധമായ രചനകളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകൾ ഗോദാൻ, ഗബൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി, സേവാസദൻ. പ്രശസ്തമായ ചെറുകഥകൾ ഈദ്ഗാഹ്, പൂസ്കി രാത്, കഫൻ, പഞ്ച് പരമേശ്വർ, ദോ ബേലോം കി കഥ, നമക് കാ ദരോഗ. സാധാരണ ജനങ്ങളുടെ ജീവിതം, കർഷകരുടെ ദുരിതം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ദാരിദ്ര്യം, സാമൂഹിക അനീതി, സമത്വം, സത്യസന്ധത, മനുഷ്യത്വം എന്നിവയാണ് അദ്ദേഹത്തിന്റെ രചനകളിലെ പ്രധാന വിഷയങ്ങൾ. സാഹിത്യം സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ശക്തമായ ആയുധമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹിന്ദി സിനിമയിലെ ഏറ്റവും ജനപ്രിയ എഴുത്തുകാരിൽ ഒരാളാണ് പ്രേംചന്ദ്. സത്യജിത് റേ തന്റെ 2 കഥകൾ ശത്രഞ്ച് കെ കിലാടി, സദ്ഗതി അവിസ്മരണീയമായ സിനിമകളാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മരണത്തിന് 2 വർഷത്തിന് ശേഷം സുബ്രഹ്മണ്യം 1938 പുറത്തിറങ്ങിയ സേവാസദൻ എന്ന നോവൽ സിനിമയാക്കി മാറ്റി. അതിൽ സുബ്ബലക്ഷ്മി പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. 1977 മൃണാൾ സെൻ പ്രേംചന്ദിന്റെ കഥയായ കഫാൻ എന്ന തെലുങ്ക് സിനിമയെ ഓക്ക ഊരി കഥ എന്നാക്കി മാറ്റി. മികച്ച തെലുങ്ക് ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഈ ചിത്രത്തിന് ലഭിച്ചു. ഗോദാൻ, ഗബാൻ എന്നീ നോവലുകളെ അടിസ്ഥാനമാക്കി ജനപ്രിയ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി 1980 പുറത്തിറങ്ങിയ നിർമ്മല എന്ന TV സീരിയലും വളരെ ജനപ്രിയമായി. പ്രേംചന്ദിന്റെ സാഹിത്യ സേവനത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ച ഉപന്യാസ സാമ്രാട്ട് എന്ന വിശേഷണം. ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച നോവലിസ്റ്റുമാരിൽ ഒരാളായി അദ്ദേഹം ഇന്നും ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം 1980 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി
ഇന്ത്യൻ തപാൽ വകുപ്പ് സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. കൂടാതെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ലംഹിയിലെ വീട് പ്രേംചന്ദ് സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും പഠിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ അനുസ്മരിച്ച് നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും സ്മാരക പ്രഭാഷണങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം അംഗീകാരങ്ങൾ പ്രേംചന്ദിന്റെ സാഹിത്യ പ്രതിഭയുടെയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെയും മഹത്വം വ്യക്തമാക്കുന്നു. 1936 ഒക്ടോബർ 8 അദ്ദേഹം അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജന്മവാർഷിക ദിനത്തിൽ മുൻഷി പ്രേംചന്ദിന്റെ മഹത്തായ സാഹിത്യ സംഭാവനകളെ ആദരിക്കുകയും നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ശീലം വളർത്തുകയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധമുള്ള നല്ല മനുഷ്യരായി വളരാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഹിന്ദി സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനും കരുത്തനുമായ സാഹിത്യകാരൻ പ്രേംചന്ദ് സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞിട്ട് 89 വർഷം തികയുന്ന അദ്ദേഹത്തിന്റെ ഈ 146-ാം ജന്മവാർഷിക വേളയിൽ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ ഹിന്ദി എഴുത്തുകാരനായ മുൻഷി പ്രേംചന്ദിന്റെ ജീവിതവും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് നൽകിയ സംഭാവനകളും ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിച്ചത് ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ ഹിന്ദി അധ്യാപികയായ ഷാഹിദ ഷെയ്ഖ് CN. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.